എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം മധുരം അധികം ഇല്ലാത്തുള്ള ബിസ്ക്കറ്റ് വേണം എടുക്കാൻ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ചെറുതരിയോട് കൂടെ. ഒരു ടിന്ന് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും വേണം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് തരിയായിട്ടൊന്ന് പൊടിച്ച് ആദ്യം എടുക്കാം, പിന്നെ നമുക്ക് റെഡിയാക്കാം. ബിസ്ക്കറ്റെല്ലാം നമ്മൾ നല്ലതുപോലെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയോട് കൂടി വേണം പൊടിക്കാൻ, ഒരുപാട് പൗഡർ ആയിപ്പോയില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ലഡു നല്ല കറക്റ്റായി വരുന്നത്. അപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി നല്ലപോലെ ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് സൈഡൊക്കെ വിട്ട് വരുന്നത് പോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വേണം നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാൻ. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സ്ലോയിലൊന്ന് ഇളക്കാം. അപ്പം മിൽക്ക് മെയ്ഡ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നത്. ഒരുപാട് സമയം വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിനിയും ബിസ്ക്കറ്റ് പൊടിച്ചത് കുറേശ്ശെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പം ബാക്കി ബിസ്ക്കറ്റ് പൊടിയും കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കാം. അപ്പം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. ലഡുവിൻ്റെ ഷേപ്പിൽ കയ്യിൽ ഒരു ഇത്തിരി നെയ്മയം പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഒരു ഇത്തിരി ബിസ്ക്കറ്റ് പൊടിച്ചത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ലഡു കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബാക്കിയെല്ലാം നമുക്കിത് ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ ലഡു നല്ലതുപോലെ ഉരുണ്ട് വരുമില്ല. നമുക്ക് ബാക്കിയെല്ലാം നല്ലതുപോലെ ഉരുട്ടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ലഡു ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.